നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കലാമണ്ഡലം രാമൻകുട്ടി നായരാശാന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള കലാമണ്ഡലത്തിന്റെ ജീവനാഡിയായി 7 ദശാബ്ദത്തിനുമേൽ പ്രവർത്തിച്ച കഥകളി വടക്കൻ കളരി ആചാര്യൻ പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കൂത്തമ്പലത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും മുൻ വടക്കൻ കളരി ഡീനുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ ശരീരത്തിന് കഥകളി ആ രൂപത്തിലാക്കി പഠിപ്പിക്കലൊക്കെ ഗവേഷണം. അങ്ങനെ 4 വർഷം ഗോപിയാശാൻ്റെ കളരിയിൽ. അത് കഴിഞ്ഞ് രാമൻകുട്ടി നായരാശാൻ്റെ കളരിയിലേക്ക് കയറുന്നു. പിന്നെ ഉള്ള 5 കൊല്ലത്തെ അഭ്യാസകാലം രാമൻകുട്ടി നായരാശാൻ്റെ കളരിയിലാണ്. ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നത് 1955 ഗോപിയാശാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായതിനു ശേഷം ഒരു 73 വരെ ഇറങ്ങിയ കുട്ടികളുടെയൊക്കെ മെയ്യിൻ്റെ ഉറപ്പും ഭംഗിയും ഗോപിയാശാൻ്റെ അഭ്യാസത്തിൻ്റെ ശക്തിയായിരുന്നു. അസാധ്യ ശക്തി. അത് സഹിച്ച് പിടിച്ചു നിന്നവർ കഥകളിയിൽ രക്ഷപ്പെട്ടു. ഇല്ലാത്തവരൗട്ടായിട്ട് അത്ര കഠിനമായ അഭ്യസിപ്പിക്കലായിരുന്നു ഗോപിയാശാൻ്റെ. കലാമണ്ഡലം അക്കാദമി കോർഡിനേറ്റർ കലാമണ്ഡലം വി അച്യുതാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടക്കൻ കളരി വിഭാഗം മുൻ മേധാവി കലാമണ്ഡലം സൂര്യനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കഥകളി സംഗീതം വിഭാഗം മേധാവി കലാമണ്ഡലം ശ്രീനാഥ്, കലാമണ്ഡലം അധ്യാപകരായ കലാമണ്ഡലം നീരജ്, കലാമണ്ഡലം അരുൺ ബി വാര്യർ തുടങ്ങിയവരും വിവിധ വകുപ്പ് മേധാവികളും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി.